നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 6:6. മടിയാ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അവന്റെ വഴികൾ നിരീക്ഷിച്ച് ബുദ്ധിമാനാകുക. ഈ വാക്യത്തിൽ പറയുന്നത് മടിയനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ സദൃശവാക്യങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ഉപമകൾ പറയുന്നു, അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അപ്പനും അമ്മയും എങ്ങനെ ബഹുമാനിക്കണം. അതുപോലെ തന്നെയാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് മടിയന്മാരെ എങ്ങനെ മടിയില്ലാതാക്കാം, എങ്ങനെ നല്ലതുപോലെ പ്രവർത്തിക്കാം, ഒരു ഉത്സാഹിയായി എങ്ങനെ മാറ്റാം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നു. ഇവിടെ പറയുന്നത് മടിയനോട് എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ്. ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ ബുദ്ധിമാനായി തീരാമെന്നൊരു ഉപമയായി ഉറുമ്പിൻ്റെ കാര്യം പറയുന്നതാണ്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. മടിയന്മാരെ കുറിച്ച് നമ്മൾ വളരെയധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ പറഞ്ഞും കേട്ടും അറിയുന്ന കാര്യമാണ് ഈ മടിയൻ മല ചുമക്കുമെന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നും മടിയനായ ഒരു കഴുതയുടെ ഒരു കഥ ഞാൻ പറയാം. ഒരു കർഷകന് വളരെയധികം പ്രിയപ്പെട്ട ഒരു കഴുതയുണ്ടായിരുന്നു. ഈ കർഷകൻ്റെ നമുക്കറിയാം, പണ്ടത്തെ കാലഘട്ടത്തിലോട്ട് പോയാൽ ഈ കർഷകർക്ക് എല്ലാ സഹായത്തിനും കൂടെ കൊണ്ടുപോകുന്നത് ഈ കഴുതയാണ്. അത്തരത്തിൽ ഈ കർഷകനും ഏറെ പ്രിയപ്പെട്ടതും അതുപോലെ തന്നെയാണ് തൻ്റെ തൊഴിലിൽ ഏറെ സഹായിക്കുന്നതുമായിരുന്നു ഈ കഴുത. പക്ഷേ ഈ കഴുത എല്ലാം സഹായിക്കുമെങ്കിലും ചെറിയൊരു നെഗറ്റീവ് ഉണ്ട് ഈ കഴുതയ്ക്ക്. ഇത് മറ്റൊന്നുമല്ല, കുറച്ച് മടിയുണ്ട്. കാരണം ഈ കർഷകൻ വളരെയധികം ഉത്സാഹിയാണ്, വളരെയധികം പണിയെടുക്കണം, തൻ്റെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെയാണ് തൻ്റെ കഴുതയും വളരെയധികം പരിപാലിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ കർഷകൻ ചിന്തിക്കുന്നത്. പക്ഷേ കഴുത അങ്ങനെയല്ല. കഴുതയ്ക്ക് ഒരു ദിവസം എന്തെങ്കിലും പണിയെടുത്താൽ പിന്നെ ഒരു 2-3 ദിവസം വെറുതെ ഇരിക്കണം. ഇതാണ് ഈ കഴുതയ്ക്ക് ഇഷ്ടം. അങ്ങനെയല്ല. പക്ഷേ ഈ കർഷകൻ എല്ലാ ദിവസവും അടുത്തുള്ള ചന്തയിൽ അല്ലെങ്കിൽ വളരെ കുറച്ചധികം ദൂരെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ പോയി വിൽക്കാറുണ്ട്. അങ്ങനെ ഡെയിലി പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കഴുത ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ എന്നും പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. ഈ കർഷകൻ എൻ്റെ യജമാനൻ എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ സാധനങ്ങളുമായിട്ട് ഇവിടുന്ന് ഇത്രയും ദൂരം നടന്നു പോകുന്നത്? ഈ കർഷകൻ്റെ ഭവനത്തിൽ നിന്നും ഏത് ചന്തയിലോട്ട് എവിടേക്ക് പോകണമെങ്കിലും വലിയൊരു പുഴ കടന്ന് വേണം പോകാൻ. ആ പുഴയിലിറങ്ങുമ്പോൾ എപ്പോഴും തൻ്റെ കഴുതയെ വളരെയധികം ശ്രദ്ധയോട് മാത്രമേ ഇയാൾ കഴുതയെ അക്കരെ എത്തിക്കാറുള്ളൂ. അത് ഇനി എത്രത്തോളം വെയിറ്റ് ഈ കഴുതയുടെ പുറത്തുണ്ടെങ്കിലും അത് വളരെയധികം ശ്രദ്ധയോടെ കഴുതയ്ക്കൊന്നും സംഭവിക്കാതെ ഈ കർഷകൻ കഴുതയെ പുഴ കടത്താറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം വളരെയധികം ദൂരെയുള്ള ഒരു സ്ഥലത്ത് കർഷകനും കഴുതയും കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ചന്തയിലെ വളരെയധികം ഈ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, ഈ ചന്തയിൽ ഇപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ച് ദിവസം താങ്കൾ എവിടെ നിന്നെങ്കിലും ഉപ്പ് കൊണ്ടുവന്ന് വിറ്റിരുന്നെങ്കിൽ ഞങ്ങൾക്കത് വളരെയധികം പ്രയോജനകരമാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർഷകൻ കരുതുന്നുണ്ട്, അപ്പോൾ എന്തായാലും കുറേ ഉപ്പ് എവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് വിൽക്കാം, വളരെയധികം ലാഭം കിട്ടുമായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനി ചേച്ചി, എവിടെന്നാ വിളിക്കുന്നത്? കാട്ടാക്കട. ഓക്കെ. ആദ്യമായിട്ടാണോ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? മുൻപ് വിളിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭർത്താവ്, പിന്നെ 2 മക്കള്. മക്കളെന്ത് ചെയ്യുക? അവരെന്ത് ചെയ്യുക? മോള് കല്യാണം കഴിഞ്ഞ് കുഞ്ഞാവ്. ഞാൻ മോയി പഠിച്ചു. ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ഇന്നത്തെ ചോദ്യം, അദോനിയാവിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ പേരെന്താണ്?
അദോനിയാവിന്റെ അദോനിയാവിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ പേരെന്താണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓർമ്മിച്ചിട്ട് അതായത് ഈ അദോനിയാവിന്റെ ഒരു ജ്യേഷ്ഠ അല്ലെങ്കിൽ ഒരു ബ്രദറിന്റെ സഹോദരന്റെ പേരെന്താണ്? ഈ അദോനിയാവിന്റെ പേരുമായിട്ട് വളരെയധികം ആ അല്ല അല്ല എന്താ? അബ്ശലോം കേട്ടിട്ടുണ്ടോ? അബ്ശാലോം എന്നാണ് ജ്യേഷ്ഠ സഹോദരന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ അബ്ശാലോം കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ആൻസർ, അബ്ശാലോം. ഓക്കെ, അപ്പോ ഇന്ന് ഒരു പാട്ട് പാടാമോ? പോലും തോളമണിക്കാൽ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുലച്ചതാ ഞാൻ, കുടമോ കൂതയോ തന്നിശ്ചയം. കുശവൻ കുലച്ചതാ മന്നാണു ഞാൻ, കുടമോ കൂതയോ തന്നിശ്ചയം. കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും തോളമണിക്കാൽ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, നല്ല പാട്ടായിരുന്നു. ചേച്ചി നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അദോനിയാവ് ഉപദേശം ചോദിച്ചു വന്നിരുന്നത് ആരോടെല്ലാമായിരുന്നു? ഓക്കെ, ആൻസർ ഇതാണ്. സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനോടും. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അദോനിയാവിന് പിന്തുണയായിരുന്നത് ആരെല്ലാമായിരുന്നു? ആരെല്ലാമായിരുന്നു പിന്തുണ ആയിരുന്നത്? അതെ, കറക്റ്റാണ്. യോവാബും പുരോഹിതനായ അബ്യാഥാരും. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു പാട്ട് പാടിയേ. ഇനി ബൈബിളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയാമോ? ബൈബിളിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയാമോ? അബ്രഹാം അല്ലേ? എന്ത് കഷ്ടത വന്നിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലായിരുന്നിട്ടും വിശ്വാസത്താൽ അത് ലഭിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കിട്ടുന്നത് വരെയും ആ വിശ്വാസം ഒരിക്കലും മാറിപ്പോകാതെ വിശ്വസിന് പരിഹാരം ലഭിക്കുന്നത് വരെയും അവിശ്വാസത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് അബ്രഹാം. അതുകൊണ്ട് അബ്രഹാം വിശ്വാസിയുടെ പിതാവ് എന്നുള്ള പേര് ലഭിക്കാനിടയായി. ഓക്കെ, കറക്റ്റാണ്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അവസാന ചോദ്യം. ദാവീദ് ബലഹീനമായ ഒരു അവസ്ഥയിലായപ്പോൾ അദോനിയാവ് എന്താണ് ചെയ്തത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അദോനിയാവ് ഇപ്പൊ നിഗളിച്ചുകൊണ്ട് രാജാവാകണമെന്ന് പറഞ്ഞിട്ട് രഥങ്ങളെയൊക്കെ കുതിരകളൊക്കെ കൊണ്ടുവന്ന് 50 അകമ്പടിക്കാരെയൊക്കെ കൊണ്ടുവന്ന് രാജാവാകാൻ വേണ്ടി ഒരുങ്ങി. അതെ, കറക്റ്റാണ്. വേറൊന്നുമില്ല, അയാള് സ്വയം രാജാവായി. രാജാവാകണമെന്നുള്ള ഒരു ചിന്ത, അയാൾ സ്വയം രാജാവായി. അതെ, കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, അപ്പോൾ ചേച്ചി ഇന്ന് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഷൈനി ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. ചേച്ചി നല്ലൊരു പാട്ട് പാടി, അതുപോലെ തന്നെയാണ് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴുതയ്ക്ക് എങ്ങനെയെങ്കിലും പണി ചെയ്യാതിരിക്കണം, ഈ ഒരു ചിന്ത മാത്രമേ ഈ കഴുതയ്ക്കുള്ളൂ. അങ്ങനെ ആ മാർക്കറ്റിൽ അയാൾ പറഞ്ഞു ഉപ്പ് വേണമെന്ന് പറഞ്ഞു. ഇയാൾ വളരെയധികം ദൂരെ പോയി എങ്ങനെയെങ്കിലും ഉപ്പ് ശേഖരിക്കണം. അങ്ങനെ കുറച്ചധികം ഉപ്പ് ഇയാളുടെ വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിച്ചതിന് ശേഷം എല്ലാം ഒരുമിച്ച് കൊണ്ട് വിൽക്കുന്നതിനേക്കാളും കുറച്ചായിട്ട് കൊണ്ട് വിൽക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഒരു 4-5 ചാക്ക് ഉപ്പ് ആ മാർക്കറ്റിൽ കൊണ്ടെത്തിക്കാം എന്നൊരു തീരുമാനത്തിലെത്തി ഈ കർഷകൻ. അങ്ങനെ ഒരു ദിവസം രാവിലെ 4 ഉപ്പ് ചാക്ക് ഈ കഴുതയുടെ പുറത്ത് വെച്ചതിന് ശേഷം ഈ കർഷകനും കഴുതയുമായി ആ മാർക്കറ്റിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ കഴുതയ്ക്ക് അന്ന് യാത്ര ചെയ്യാനൊരു മടിയായിരുന്നു. ഇന്ന് പോവാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, എന്തിനാ വെറുതെ ഇത്രയും ദൂരം നടക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ ഈ കഴുതയുടെ മനസ്സിൽ വന്നു. അങ്ങനെ ഇവിടെ നടന്നു. എന്തായാലും ആ പുഴ കടക്കണം. അതുപോലെ തന്നെയാണ് അന്ന് വളരെയധികം വെള്ളമുണ്ടായിരുന്നു പുഴയിൽ, എന്നതിനേക്കാളും വളരെയധികം വെള്ളവുമുണ്ട്. കർഷകനൊന്ന് പേടിച്ചെങ്കിലും എന്തായാലും അക്കരെ എത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. തൻ്റെ കഴുതയ്ക്ക് ഒന്നും പറ്റാതെ നോക്കുകയും ചെയ്യണം, നല്ല വെള്ളവുമുണ്ട്. വളരെയധികം സൂക്ഷിച്ച് പുഴ പുഴയിൽ കടക്കണം. അയാളും ആ കഴുതയുമായി പുഴയിലേക്ക് ഇറങ്ങി. പക്ഷേ പെട്ടെന്ന് അവിടെ കിടന്നൊരു പാറക്കല്ല് ഈ കഴുതയുടെ കാലിൽ തട്ടുന്നുണ്ട്. കഴുത ആ വെള്ളത്തിൽ വീഴുകയാണ്. പക്ഷേ എത്രയൊക്കെ നോക്കിയിട്ടും കഴുതയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പിന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ഈ കഴുതയെ നടത്തി അക്കരെ എത്തിക്കും. പക്ഷെ അക്കരെ എത്തിക്കുമ്പോഴേക്കും ഈ ഉപ്പുചാക്കല്ലേ, എല്ലാത്തിലും വെള്ളം കയറി ഉപ്പെല്ലാം അലിഞ്ഞു പോകുന്നുണ്ട്. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ കഴുതയ്ക്ക് ഭാരം കുറഞ്ഞതായി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പുചാക്കിലെ ഉപ്പെല്ലാം അലിഞ്ഞു പോകുന്നുണ്ട്. കർഷകൻ അത് മനസ്സിലായി, വളരെയധികം ദുഃഖിതനായി. കാരണം തനിക്ക് വളരെ വലിയൊരു കച്ചവടം കിട്ടിയതാണ്, പക്ഷേ അതിവിടെ നശിച്ചു പോയല്ലോ എന്നോർത്തിട്ട് ഈ കഴുതയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ച് നടന്നപ്പോൾ കഴുതയ്ക്ക് വളരെയധികം സന്തോഷമായി. കാരണം താൻ എന്താണോ ആഗ്രഹിച്ചത് നടക്കുകയാണ്. ഈ ഇത്രയും വെള്ളം കൂടിയത് കൊണ്ട് എന്തോ സംഭവിച്ചു. അത് മാത്രമല്ല, ഞാൻ ഈ വെള്ളത്തിൽ വീണാൽ എൻ്റെ ഭാരവും കുറയും, തിരിച്ചങ്ങോട്ട് പോവുകയും വേണ്ടെന്ന് ചിന്തിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അലീന. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടൂർ അല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണോ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് പ്രോഗ്രാം. ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. ഓക്കെ, കാണാറുണ്ടല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും മോനും ഹസ്ബൻഡും. ഓക്കെ, മോന്റെ പേരെന്താ? മോന്റെ പേര് എന്താ? ഹലോ, മോന്റെ പേരെന്താ? അൻസൽ. ഓക്കെ, ഏത് ക്ലാസ്സിൽ പഠിക്കുക? ഏത് ക്ലാസ്സിൽ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ശരി എന്നാ. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബത്ശേബ ദാവീദ് ചെയ്ത ഏതു സത്യത്തെയാണ് അവനെ ഓർമ്മിപ്പിച്ചത്? ബത്ശേബ ദാവീദ് ചെയ്ത ഏത് സത്യത്തെയാണ് അവനെ ഓർമ്മിപ്പിച്ചത്? ബത്ശേബ എന്ത് കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്? ഒരു സത്യത്തെക്കുറിച്ച് ദാവീദിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ മകൻ ശലോമോൻ എന്റെ അനന്തരവനായി വാണു എന്റെ സിംഹാസനത്തിൽ എനിക്ക് മനസ്സിലായി. അതെ കറക്റ്റാണ്. നിന്റെ മകൻ ശലോമോൻ എൻ്റെ അനന്തരാവകാശിയായി എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നത് കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു പാട്ട് പാടുമോ? ഞാൻ പാട്ട് പാടുന്ന ആളാണ്. ആണോ? എന്നാ ഒരു പാട്ട് പാടും. ഓരോ നന്മയ്ക്കും ഇന്നും ഹലോ ഹലോ ഹലോ. കുറച്ചും കൂടെ പാടായിരുന്നു കേട്ടോ. ഇത് റേഞ്ചിന്റെ പ്രോബ്ലം ആണല്ലേ? ആ ഓക്കെ. നല്ല പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി സിസ്റ്റർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അദോനിയാവ് സ്വയമായി രാജാവായ വിവരം അറിയാതിരുന്നത് ആരാണ്? യജമാനനായ രാജാവ് ആരാണ്? അദോനിയാവ് സ്വയമായി രാജാവായ വിവരം ഒരാൾ അറിഞ്ഞില്ല. ആരാണ് അറിയാതിരുന്നത്? ശലോമോൻ. പിതാവ് ആരാണ്? അദോനിയാവ് സ്വയമായി രാജാവായ വിവരം ഒരാൾ അറിയുന്നില്ല. അത് ഈ അദോനിയാവിന്റെ പിതാവാരാണ്? പിതാവാണ്. അപ്പൊ പിതാവിന്റെ പേരെന്താ? ശലോമോൻ ആണോ മാഡം? അല്ല അല്ല, രാജാവായിരുന്നു. അത് ഞാൻ എനിക്കറിയില്ല. വേറെ ആരുമല്ല, ദാവീദ് ആണ് കേട്ടോ. ഓക്കെ. പിതാവായ ദാവീദ്. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ ഇസ്രായേലിന്റെയും ദൃഷ്ടി ദാവീദിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു? ദാവീദിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു? സിംഹാസനത്തിൽ അതെ കറക്റ്റാണ്. രാജാവിന്റെ അനന്തരാവകാശിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അറിയേണ്ടതിന്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ബൈബിളിൽ യേശുക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയാമോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് എടുത്തു പറയേണ്ടത് പടക് നിറച്ചത് പത്രോസിന് പടക് നിറച്ചത്. പടക്. ഓക്കെ ഓക്കെ. എന്താ? ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം പറയണം മേഡം? കാരണം പറഞ്ഞു. കാരണം എനിക്ക് വെച്ചാല് അത്രയും കടലിന്റെ കാര്യങ്ങൾ ഫുള്ള്, കടലിൽ എവിടെ ചെന്നാണ് മീൻ പിടിക്കുന്നെന്നും മീൻ പിടിക്കുന്നെന്നും ഒക്കെ പത്രോസ് വർഷങ്ങളായിട്ട് ഒരു പക്ഷേ പത്രോസ് ഈ ജോലി ചെയ്യുന്ന ആളാണ്. എന്നാൽ ഇതുവരെയും അത്രയും വർഷങ്ങൾ കൊണ്ട് ജോലി ചെയ്തിട്ട് പറയാത്ത ഒരു സംഭവം ഏഷ്യ പടയിൽ കയറിയപ്പോ. ഏഷ്യ പടയിൽ ചെന്നപ്പോൾ മീൻ കൂട്ടൽ പത്രോസ് കണ്ടു കാണത്തില്ല. ഒരത്ഭുതം. അതെന്നെ വല്ലാത്തൊരു ഫീലിംഗ് ചെയ്യിക്കുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതം. വലിയൊരു കാര്യമാണ് കേട്ടോ അത്. താങ്ക് യു. ഓക്കെ.
നമുക്ക് അവസാന ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി. ഓക്കെ, അവസാന ചോദ്യം. ബത്ശേബ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുവാൻ ആരാണ് ദാവീദിന്റെ മുറിയിൽ കടന്നു വന്നത്? ദാവീദിന്റെ മുറിയിൽ ആരാണ് കടന്നു വന്നത്? നാഥാൻ പ്രവാചകൻ. അതെ, കറക്റ്റാണ്, നാഥാൻ പ്രവാചകൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലല്ലേ? ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. അത് സാരമില്ല, എങ്കിലും ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ചേച്ചി വിളിച്ചത് ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അടൂരിൽ നിന്നും അലീന ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. ഒരുപാട് സംസാരിച്ചു, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കഴുതയെക്കുറിച്ചാണ്. അപ്പോൾ ഈ മടിയനായ കഴുത അന്ന് വീട്ടിലോട്ട് തിരിച്ചു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് അവിടെ തന്നെ കിടന്നു. പിറ്റേ ദിവസവും ഈ കർഷകൻ പോയി നോക്കിയപ്പോൾ പുഴയിലെ വെള്ളമൊക്കെ ഒന്ന് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഉപ്പ് ചാക്കുകൾ തൻ്റെ ആ മാർക്കറ്റിൽ എത്തിക്കണം എന്ന ഒറ്റ ചിന്തയെ ഈ കർഷകനുള്ളൂ. കർഷകൻ എങ്ങനെയെങ്കിലും ഈ ഉപ്പ് ചാക്ക് മാർക്കറ്റിൽ എത്തിക്കണം. അതിനുവേണ്ടി രാവിലെ തന്നെ കഴുതയെ റെഡിയാക്കി ശേഷം ഈ ഉപ്പ് ചാക്കെല്ലാം കഴുതയുടെ പുറത്ത് വെച്ചു. അവർ നടന്നു. രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ആ പുഴയുടെ അരികിൽ എത്തിയപ്പോഴേക്കും കഴുതയുടെ മനസ്സിൽ വീണ്ടും ഒരു ചിന്ത വന്നു. ഇന്നലെ ഞാൻ ഈ പുഴയിൽ വീണത് കൊണ്ടാണ് തിരിച്ച് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയത്. ഇന്നും അതുപോലെ ചെയ്താലോ എന്ന് കരുതി പെട്ടെന്ന് തന്നെ ഈ കഴുത പുഴയിലേക്ക് എടുത്ത് ചാടി നടന്ന് ആ പാറക്കല്ല്, ആ കല്ല് കിടക്കുന്നതിൻ്റെ അവിടെ എത്തിയതും അവിടെ തട്ടി അവിടെ വീണു. വീണപ്പം തന്നെ കർഷകന് കാര്യം മനസ്സിലായി. കഴുതയെ പതുക്കെ എഴുന്നേൽപ്പിച്ചു, തിരിച്ച് കരയിൽ കൊണ്ടുവന്നു. ഉപ്പുചാക്കെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്, എല്ലാം അലിഞ്ഞു പോയി. ഈ കർഷകന് വളരെയധികം സങ്കടമായി. കാരണം തൻ്റെ കഴുതയെ താൻ നല്ലതുപോലെ നോക്കുന്നുണ്ട്, പിന്നെ ഈ കഴുത എന്തിനാ എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ചിന്ത. എന്തായാലും അന്നും വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നുണ്ട്. അന്നും കർഷകൻ്റെ അത്രയും 6 ചാക്ക് ഉപ്പും നഷ്ടത്തിലായി. അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അടുത്ത ദിവസമായപ്പോൾ കർഷകന് കാര്യം മനസ്സിലായി. കർഷകൻ വേറൊരു വിദ്യ പ്രയോഗിച്ചു. ഈ കഴുതയുടെ പുറത്ത് ചാക്കുകളൊക്കെ കെട്ടി. പക്ഷെ ചാക്ക് വെച്ചപ്പോൾ കഴുതയ്ക്കൊരു വെയിറ്റ് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് കർഷകൻ നല്ലതുപോലെ ഈ ചാക്കുകളെല്ലാം കെട്ടുന്നുണ്ട്. ബാക്കി ദിവസങ്ങളിൽ ഇത്രയും നന്നായിട്ട് കെട്ടുന്നില്ല, ഇത് നല്ലതുപോലെ തന്നെ ഉറപ്പിച്ച് കെട്ടുന്നുണ്ട്. അതിനുശേഷം അവർ ഈ ഉപ്പുചാക്കുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നടക്കുന്നുണ്ട്. പുഴ എത്തി. എന്തായാലും കഴുത ചിന്തിച്ചു, ബാക്കിയുള്ള ദിവസങ്ങളിലെ പോലെ തന്നെയാണ് ഇന്നും ഞാൻ ഈ പുഴയിൽ വീഴുന്നുണ്ട്, എല്ലാ ഉപ്പും അലിഞ്ഞു പോകുന്നുണ്ട്, തിരിച്ചെനിക്ക് വീട്ടിലേക്ക് പോകാം, ജോലിയൊന്നും എടുക്കണ്ട എന്ന് കരുതി ആ സ്ഥലം എത്തിയതും ആ കല്ലിൽ ഈ കഴുതയുടെ കാല് തട്ടുന്നുണ്ട്. കാല് മനഃപൂർവ്വം തട്ടി ആ പുഴയിലേക്ക് വീഴുന്നുണ്ട്. പക്ഷേ ഇന്ന് ബാക്കിയുള്ള ദിവസത്തെ പോലെ അല്ലായിരുന്നു. വീണതിന് ശേഷം തിരികെ എഴുന്നേറ്റപ്പോൾ നല്ല വെയിറ്റാണ് ഈ കഴുതയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തിരികെ ഈ പുഴയിൽ നിന്നും കഴുത കരയിലേക്ക് കയറുമ്പോൾ വളരെയധികം ഭാരം തോന്നുന്നുണ്ട്. ഈ യജമാനൊന്നും പറയുന്നില്ല. കർഷകൻ നേരെ മാർക്കറ്റിലോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. യജമാനൻ വളരെയധികം ബുദ്ധിമാനായിരുന്നു. അവിടെ അന്ന് ഉപ്പിന് പകരം കുറേ പഞ്ഞിക്കെട്ടായിരുന്നു ഈ കഴുതയുടെ പുറത്ത് വെച്ചു കൊടുത്തത്. കഴുതയ്ക്ക് മനസ്സിലായി, എൻ്റെ യജമാനൻ എനിക്ക് വളരെ വലിയൊരു ശിക്ഷയാണ് തന്നിരിക്കുന്നത്. ഇനിയും മടി കാണിച്ചാൽ ചിലപ്പോൾ ഇനി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ചാൻസ് വരെ ഉണ്ടെന്ന് ഒരു ചിന്ത ഈ കഴുതയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അന്ന് മാർക്കറ്റ് വരെ ഇത്രയും വെയിറ്റുള്ള പഞ്ഞിയും കൊണ്ട് കഴുതയെ നടത്തി കൊണ്ടുപോയതിന് ശേഷം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിറ്റേന്ന് കഴുതയ്ക്ക് ഒരു പ്രശ്നവുമില്ല, രാവിലെ എഴുന്നേറ്റു. അതിനുശേഷം ആ ഉപ്പുചാക്കുകളെല്ലാം മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്തു. ഇതുപോലെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ മടി കടന്നു വരാറുണ്ട്. ഇങ്ങനെ മടി കടന്നു വരുന്ന സമയത്ത് ഒന്നുകിൽ ആരെങ്കിലും വഴി, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ മടി കൊണ്ടുള്ള പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. മടിയില്ലാതെ വളരെയധികം ഉത്സാഹത്തോടെ എല്ലാ കാര്യവും നല്ലതുപോലെ ചെയ്താൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് തന്നെയായിരിക്കും.
എന്തായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.